എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയത്തിന് പകരം പണത്തിൻ്റെ പുറകെ ഓടുകയാണെങ്കിൽ അത് വൃഥാവായി തീരത്തേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയത്ത് നമ്മൾ ഡബിൾ എഫേർട്ട് ഇട്ട് നമ്മുടെ ജോലി കാര്യങ്ങളിൽ ഇടപെടുക, ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടുക, ഓവർ ടൈം ചെയ്യുക. അതെ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടെന്നല്ലേ ഞാൻ പറയും. ജോലി ചെയ്യണം. പക്ഷെ കർത്താവിന് കൊടുക്കേണ്ട സമയം നിങ്ങൾ കുടുംബമായി കർത്താവിന് കൊടുത്തിരിക്കണം. അതല്ലാതെ നമ്മൾ പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒടുക്കം നല്ലതാവത്തില്ല. സദൃശവാക്യങ്ങൾ 10:22 ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്, അധ്വാനത്താൽ ഒന്നും കൂടുന്നില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, തൻ്റെ ഭക്തനവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മൾ ഡബിൾ എഫേർട്ട് ഇടണ്ട സമ്പത്ത് വർദ്ധിപ്പിക്കാൻ. ദൈവത്തിന് നമ്മുടെ ആവശ്യം എന്നതെന്ന് കൃത്യമായി അറിയാം. അത് തക്ക സമയത്ത് നിങ്ങളുടെ കരങ്ങളിൽ എത്തിയിരിക്കും. അല്ലാതെ നിങ്ങളുടെ എഫേർട്ട് കൊണ്ടല്ല നിങ്ങൾ ഈ സാമ്പത്തിക മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, പണത്തിന് പുറകെ ഓടുന്നത് നിർത്തിയാട്ടെ. ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കഴിഞ്ഞ കാലങ്ങളെ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിയട്ടെ, ഒന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അല്പമൊക്കെ ആയതിനു ശേഷമാണ് സമയം ചുരുങ്ങിയത്. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല. പണത്തിന് പുറകെയുള്ള ഓട്ടം വല്ലാത്തൊരു കെണിയാണ് കേട്ടോ. സൂക്ഷിച്ചോണം. ആ കെണിയിൽ ദൈവമക്കൾ അകപ്പെട്ടു പോകരുത്. ഇന്ന് പകലിൽ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ എത്രയുണ്ടെങ്കിലും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിച്ചാൽ മതി. കർത്താവ് നൽകി തരുമെന്നേ കർത്താവിൻ്റെ വചനം പറയുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഭാഗികമായിട്ടല്ല, പൂർണ്ണമായിട്ട് തന്നെ തീർത്തു തരും. അതുകൊണ്ട് നിങ്ങളുടെ ഫോക്കസ് ഒന്ന് ചേഞ്ച് ആവണം. പണത്തിന് പുറകെ ഫോക്കസ് ആണെങ്കിൽ അതൊന്ന് ചേഞ്ചായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവന്നാട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ എല്ലാം സ്വർഗത്തിന് ദൈവം നടത്തി തരുമെന്നേ. വഴിയിലിട്ടേച്ച് പോകുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. ഇന്ന് പകലിൽ ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുന്നുണ്ടോ? കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. നിങ്ങളുടെ സ്വന്തം സ്ട്രാറ്റജികൾ, പ്ലാനുകളൊക്കെ ഒന്ന് നിർത്തിയാട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതെ, എഫേർട്ട്ലെസ് ആണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും. അവൻ നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾ ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഇവരുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഇവരുടെ ഫോക്കസിനെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പണത്തിന് പുറകെയാണ്, അല്ലെങ്കിൽ ആ കടബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്ത് ആ വഴികളിൽ നടക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരെ അങ്ങൊന്ന് ഗൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഫോക്കസ് ഒന്ന് ചേഞ്ചായി അങ്ങയുടെ മുഖത്തേക്ക് നോക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ബ്രേക്ക് ത്രൂ അവരുടെ സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകലമാനവും മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ഇവരെന്ത് ചെയ്യും? സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.